റേഷൻ കടകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളടങ്ങിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാതിരുന്നതിന് പിന്നാലെ ബംഗാൾ സർക്കാരിന് അനുവദിച്ച പണം തടഞ്ഞ് കേന്ദ്ര സർക്കാർ. നെല്ല് സംഭരണത്തിനായി പശ്ചിമ ബംഗാൾ സർക്കാരിന് അനുവദിച്ച 7000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതോടെ തടഞ്ഞുവെച്ചത്. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും മോദിയുടെ ചിത്രവും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ലോഗോയും ഉൾപ്പെടുന്ന സൈൻ ബോർഡുകളും ഫ്ലെക്സുകളും സ്ഥാപിക്കാൻ കേന്ദ്രം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ഇത് നടപ്പിലാക്കാത്തതായതാണ് ഫണ്ട് തടഞ്ഞുവെക്കാൻ കാരണമായതെന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. തുക തടഞ്ഞുവെക്കുന്നത് സംസ്ഥാനത്തിൻ്റെ നെല്ല് ശേഖരണത്തെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ NFSA പദ്ധതിക്കായി 8.52 ലക്ഷം ടൺ നെല്ലാണ് സംസ്ഥാന സർക്കാർ ഇതിനോടകം ശേഖരിച്ചത്. 70 ലക്ഷം ടൺ നെല്ല് എന്ന വാർഷിക ലക്ഷ്യം നടപ്പിലാക്കാനായി കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെ 22 ലക്ഷം ടൺ നെല്ല് സംസ്ഥാന സർക്കാർ സംഭരിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനം ശേഖരിച്ച നെല്ലിൻ്റെ പണം ഇതുവരെ കേന്ദ്രം കൈമാറിയിട്ടില്ല. തുക മരവിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഖാരിഫ് സീസണും രൂക്ഷമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതിനെതിരെ വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധിപൻ ഇത്രയും ചീപ്പാകാമോ? പൗരന്മാരുടെ നികുതി പണം ആരുടെയും ഔദാര്യമല്ല എന്നതിനപ്പുറം അവരുടെ അവകാശമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള മറുപടികളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.